നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May our Lord and Savior Jesus Christ, may His precious name be glorified. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ കടന്നു വരുവാനും ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും ദൈവം എന്നെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank God enabled me to come to this blessed church, and I continue to praise God for that. ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട പുത്രൻ വെസ്ലി പാസ്റ്റർ അസ്റ്റി എന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. Once again I greet Pastor Wesley Daniel and all those who are assisting Pastor Wesley Daniel. ഞാൻ സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരാളാണ്. ഖത്തറിന്ന് പാസ്റ്റർ മാറ്റി പറഞ്ഞതാണ്. കഴിഞ്ഞ 37 വർഷമായിട്ട് സൗദി അറേബ്യയിലിരിക്കാൻ കർത്താവിനെ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I'm from Saudi Arabia, and that's the place I'm been ministering for the past few years. ഞാൻ ഇങ്ങോട്ട് വരുവാനായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി US എംബസി പോയപ്പോൾ അവരെന്നോട് ആദ്യമായിട്ട് ചോദിച്ച 1 മിനിറ്റ് കൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നീ ഏത് രാജ്യത്തൊക്കെ പോയിട്ടുണ്ടെന്ന ഒരു ചോദ്യം എന്നോട് ചോദിപ്പാനിടയായി തീർന്നു. When I came for US visa, one of the questions they asked me, let me know which all the countries that you have been visited before. അവർ എന്നോട് ചോദിച്ച ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ 37 വർഷമായെങ്കിലും ഞാൻ എങ്ങും പോയിട്ടില്ല എന്ന് അവരോട് പറയുവാനിടയായി തീർന്നു. Even though I've been in this country for Saudi Arabia for 37 years, I never traveled like that. I told him I never traveled outside. അദ്ദേഹം ചാടി എഴുന്നിട്ട് പറയും, ഇത്രയും വർഷമായിട്ട് കുടുംബമായിട്ട് പാർത്തിട്ട് നീ എങ്ങും പോയില്ലേ, നീ ആദ്യം അമേരിക്കക്ക് പോകണമെന്നും പറഞ്ഞാണ് എൻ്റെ പാസ്പോർട്ട് മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു വിട്ടത്. He just took a passport and he said, you haven't been. He's so surprised, and he just told me to just have a seat. കഴിഞ്ഞ 8 വർഷമായിട്ട് എനിക്ക് വിസ ഉണ്ടെങ്കിലും ഇപ്പോഴാണ് എനിക്ക് ഈ വേദപുസ്തകമായിട്ട് ഇവിടെ വരുവാനായിട്ട് ദൈവം അവസരം തന്നത്. Even though I had visa for the past 8 years, this is the time God enabled me to come here with the Bible. നിങ്ങൾക്കറിയാമല്ലോ, സൗദി അറേബ്യ ഇപ്പോഴും സുവിശേഷ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യമാണ്. Even now, in some places, most of the places, they don't have the freedom to worship. സൗദി അറേബ്യയിൽ ജോലി ചെയ്ത പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for those who have been traveled and been in Saudi Arabia, and I know some of them over here, and I thank God for them. ഇപ്പോഴും ഞാൻ രക്ഷിക്കപ്പെടുന്നതും സ്ഥാനപ്പെടുന്നതും സൗദി അറേബ്യ വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടുമ്പോഴും സ്ഥാനപ്പെടുമ്പോഴും ഒരു ബൈബിൾ എനിക്കില്ലായിരുന്നു. When I got born again and I took the water baptism, I did not have Bible with me at that time. ഞാൻ 5 വർഷം പ്രാർത്ഥിച്ചിട്ടാണ് എനിക്കൊരു ബൈബിൾ കിട്ടിയത്. I prayed for 5 years so that I can have a Bible. എന്നാൽ 5 വർഷം വരെ ഒരു രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ഒരാൾക്ക് ബൈബിളിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ബൈബിള് അവിടെ കിട്ടുന്നതിൻ്റെ സാധ്യത നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. I hope you follow what I'm trying to say. You know, I have to wait 5 years to pray to receive the Bible, and you know how precious Bible back in that place. നിങ്ങൾക്കറിയാമല്ലോ, 1990 നടന്ന കുവൈറ്റ് ഇൻവേഷൻ നിങ്ങൾ ഓർക്കുന്ന ചിലരെങ്കിലും കാണുമല്ലോ. You might have heard about the Kuwait invasion in 1990. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, കുവൈറ്റ് ഇൻവേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് ഒരു ഉത്തരം പറയും. വേദപുസ്തകം സൗദി അറേബ്യയിൽ വരുന്നതിന് ഒരു മുഖാന്തരമായി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. I think one of the reasons why that invasion happened, my point of view is that that was the reason why Bible came to become more familiar in that place. നിങ്ങൾക്കറിയാമല്ലോ, അന്ന് US ആർമി അവിടെ മിലിറ്ററി അവിടെ വന്നു. ആ സമയത്ത് അവർ ലക്ഷക്കണക്കിന് ബൈബിൾ, പ്രത്യേകിച്ച് ഡിസേസ്റ്റോം എന്ന് പറഞ്ഞ ഒരു വേഷനിൽ ഇറക്കിയിട്ട് ഈ പട്ടാളക്കാരുടെയൊക്കെ ഈ പുള്ളിയുള്ള കാക്കി കളറ് ഉള്ള പ്രിൻ്റൊക്കെ ഇറക്കിയിട്ട് ലക്ഷക്കണക്കിന് ബൈബിള് അവിടെ ഇറക്കുവാനിടയായി തീർന്നു. When they had the Kuwait invasion, when the army arrived over there, they had like 100,000s of Bible, and they had the army thing, and they had the name was called Kuwait Desert Storm. ദൈവമക്കളെ, എന്നാൽ എനിക്ക് ആ സൗദി അറേബ്യയിൽ വെച്ച ഒരു ഭാഗ്യമുണ്ടായത്, എൻ്റെ ഈ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ഉൽപ്പത്തിയുടെ ആദ്യത്തെ വാക്ക് തൊട്ട് വെളിപ്പാട് പുസ്തകം അവസാനത്തെ വാക്കുവരെ എൻ്റെ കൈകൊണ്ട് തന്നെ ഒന്ന് എഴുതി വായിക്കാനുള്ള ഭാഗ്യവും ദൈവം എനിക്ക് തന്നായിരുന്നു. God gave me a thought to read the Bible, and not only that, I want to copy the Bible, and I started to write from Genesis chapter 1 verse 1 till Revelation, the last chapter till the last verse. I copied the Bible. നിങ്ങൾക്കറിയാമല്ലോ, കൊറോണയുടെ സമയത്ത് ഞങ്ങളുടെ ഇവിടെ ലോക്ക്ഡൗൺ ആയിരുന്ന
കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. At the time of Corona period, we had a very restricted movement. ഞങ്ങൾക്ക് അന്ന് വെളിയിൽ പോകാൻ പറ്റാത്ത ദിവസങ്ങളായതുകൊണ്ട് ഒരു ദിവസം 18 മണിക്കൂർ മിനിമം ഞാൻ ഇരുന്ന് ഈ വേദപുസ്തകം എഴുതുമായിരുന്നു. Since we didn't have that much freedom to move around because of the restriction, I used to sit at least more than 18 hours in the Bible. I started writing with my own hand. നിങ്ങൾക്കറിയാമല്ലോ, 18 മണിക്കൂറൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ ഇരുന്ന് എഴുതുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാതിരിക്കത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. You know, after meditating the Bible for so many hours, you know definitely God's Holy Spirit will continue to deal with me. ഈ പകൽക്കാലം നിങ്ങളോട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മുമ്പ് ദൈവവചനം ശുശ്രൂഷിച്ച ദൈവദാസൻ പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുവാനിടയായിത്തീർന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു വാക്യം വായിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. While I was meditating for this morning section, and the Holy Spirit gave me a thought from the man of God who was teaching from the Word of God this morning. ഈ രാജ്യത്ത് കടന്നു വന്ന് ഒത്തിരി മണിക്കൂറുകൾ പ്രസംഗിക്കുവാനായിട്ട് ദൈവം എനിക്കൊരു അവസരം തന്നു. I walked around and many places I preached the Word of God in this land. ഞാൻ വന്നിട്ട് ഒരു മാസമായി. പക്ഷേ ഒരു സഭയിൽ തന്നെ ഞാൻ ഏകദേശം 30 മണിക്കൂറിന് മുകളിൽ പ്രസംഗിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. In more than 30 hours, I just preached in one churches altogether. ഇന്ന് രാവിലെയും ആ പാസ്റ്ററിനെ വിളിച്ചിരുന്നു. അതായത് 21 ദിവസം ഉപവാസപ്രാർത്ഥനയായിരുന്നു. സൺഡേകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അവിടുത്തെ ഉപവാസ പ്രാർത്ഥന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉപവാസ പ്രാർത്ഥന പോലെ ആയിരുന്നു. രാവിലെ 10 മണിക്ക് തുടങ്ങും, എന്നിട്ട് കണ്ടിന്യൂസ് ബ്രേക്ക് ഇല്ലാതെ വൈകുന്നേരം 5:30 വരെ 6 വരെ ഇത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. I see in very different way of fasting and prayer that I attended over here for 21 days. They start in the morning around 10:30 and they continue to pray till 5 o'clock in the evening. ദൈവമക്കളെ, ഡേ ടൈം മുഴുവന് ബ്രേക്ക് ഇല്ലാതെ പ്രാർത്ഥിക്കുക, ആരാധിക്കുക, പ്രസംഗം കേൾക്കുക എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഞാനും അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്നത്. That was very different. I also never attended like that before, but I was able to participate in that 21 days fasting prayer. നമുക്കൊരു വേദവാക്യം വായിക്കാൻ പ്രിയപ്പെട്ടവരെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. 2 Kings chapter 4 verse 23. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കണമേ. അതിന് അവന് ഇന്ന് നീ അവന്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസിയല്ല, ശബത്തുമല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. He said, wherefore wilt thou go to him today? It is neither new moon nor Sabbath. And she said, it shall be well. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ശക്തനായ ഏലിയാവിന് ശേഷം ആ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്തത് കർഷകനായ ഏലീശയാണ്. We know after Elijah's lifetime, after Elijah, God chose Elisha to do the ministry while he was taking care of his crops. എന്നാൽ ഏലിയാവിനെ ദൈവം എടുക്കുന്ന സമയത്ത് ഒത്തിരി ശിഷ്യന്മാരുള്ള കൂട്ടത്തിൽ അതിൽ ഒരാൾ മാത്രം വളരെ താല്പര്യത്തോടെ ദിവസങ്ങൾ തൻ്റെ പുറകെ പല സ്ഥലത്തും നടന്നു. When Elijah was there, there were hundreds of prophets over there and the groups of prophets over there, but only one person was following Elijah all the way around. ഈ പുറകെ ഇങ്ങനെ വരണ്ട എന്നും പറഞ്ഞിട്ടും വരുന്ന ഈ യൗവനക്കാരനെ കണ്ടുകൊണ്ട് ചോദിച്ചു, നിനക്ക് എന്തോ ഒരാഗ്രഹമുണ്ട്, ആ ആഗ്രഹം എന്താണെന്ന് പ്രിയപ്പെട്ടവൻ ചോദിപ്പാനിടയായി തീർന്നു. The beloved asked him, I see you following me. You need something. What is that you need from my life? അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങയുടെ മേലുണ്ട്, അതുകൊണ്ടാണ് അങ്ങ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ആത്മാവിൻ്റെ ഒരു ഡബിൾ പോർഷൻ എങ്കിലും എനിക്ക് വേണമെന്ന് പറഞ്ഞു.
He said, I see you have the Holy Spirit. I want the double portion of the Spirit, whatever you have in my life. ദൈവമക്കളെ, നമുക്ക് തോന്നും ഏലിയാവിൻ്റെ മേലുള്ള അത്രയും ആത്മാവുണ്ടെങ്കിൽ എന്തെല്ലാം അത്ഭുതം ചെയ്യാൻ കഴിയും. എന്നിട്ടും ഈ യൗവനക്കാരൻ അത്യാഗ്രഹിയാണോ ആവേശക്കാരനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. We know if you have the spirit of Elijah, you can do so many things. But this young man, he was desiring something more than whatever Elijah has. Is he having a wrong desire? ദൈവമക്കളെ, ഇനിയുള്ള ഒരു 17 മിനിറ്റ് കൊണ്ട് എൻ്റെ ഒരു 11 പ്രസംഗം ഞാൻ പറയാം. I'm going to share with few minutes that I have with at least 11 topics today. ദൈവമക്കളെ, ഈ എലീശയോട് ചോദിച്ചാൽ, എലീശേ, നിനക്കെന്തിനാണ് ഈ ഇരട്ടി ആത്മാവ് വേണ്ടിയതെന്ന് ചോദിച്ചാൽ ഞാൻ താഴെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു പറയുമായിരിക്കും. If I were to ask him, Elisha, why do you need the Spirit? He will be replying like this. നമുക്കറിയാം, എനിക്ക് മുമ്പേ ശുശ്രൂഷിച്ച ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഏലീശയ്ക്ക് ശേഷം ശുശ്രൂഷിക്കേണ്ട ആള് ഗേഹസി ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. We know after the life of Elijah, Gehazi should be the one to take over his ministry. നമുക്കറിയാം, കൂടെ നിൽക്കുന്നവർ ലോകത്തെ സ്നേഹിച്ച് നയമാന്റെ കയ്യിലിരിക്കുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന കൂട്ടുവേലക്കാരൻ നടുവിൽ ശുശ്രൂഷിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തി ആവശ്യം. You need the Holy Spirit. Those who are working with you, they'll be desiring worldly things and will be going after the captain Nehemiah. നമുക്കറിയാമല്ലോ, നയമാൻ ഒരു എഴുത്ത് കൊണ്ടുവന്നിട്ട് ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. We know when Nehemiah came with a letter to the king of Israel. ആ എഴുത്തിനകത്ത് 3 വരിയേ ഉള്ളൂ. ഈ എഴുത്ത് കൊണ്ടുവന്ന ആളുടെ പേര് നയമാൻ എന്നാണ്. അങ്ങ് ഇവന്റെ അസുഖം ഒന്ന് ഭേദമാക്കി കൊടുക്കണമെന്ന് ഇസ്രായേൽ രാജാവിനോട് പറയുന്ന 3 വരി ലെറ്ററേ ഉള്ളത്. This is a letter with 3 lines that's saying, I am the captain Nehemiah. I have this illness, and this you should give me healing from this illness. നമുക്കറിയാലോ, ഈ 3 വരി എടുത്തു വായിച്ചപ്പോഴത്തെ ഇസ്രായേൽ രാജാവ് ഉടുപ്പങ്ങ് വലിച്ചു കീറിയിട്ട് ആ പാലസിൽ നിന്ന് തുള്ളാൻ തുടങ്ങി. The king of Israel, when he read this 3-line letter, he tore his outer garment, his kingly dress, and he was waiting for an answer. ദൈവമക്കളെ, 4 വരി മതി സമതല രാജാക്കന്മാരെ പോലും തെറ്റാൻ. Dear children of God, all you need is 4 lines or 4 sentences for your whole atmosphere of peace to be gone. നമുക്കറിയാമല്ലോ, കൊട്ടാരത്തിൽ ബഹളം വെക്കുന്ന പേടിച്ചു നിൽക്കുന്ന ഇസ്രായേൽ രാജാവിന്റെ ചരിത്രം, ആ സംഭവം കേട്ടപ്പോൾ തൻ്റെ കുടിലിൽ നിന്നുകൊണ്ട് ഈ പ്രവാചകൻ പറഞ്ഞ വാക്യങ്ങനെയാണ്, അവനെ എൻ്റെ അടുത്തോട്ട് വിടാനാ പറഞ്ഞു. When the king was troubled, we know from this hut, Elijah, this man of God, said, send that person over here, that the problem that you have. ദൈവമക്കളെ, മറ്റു പലർക്കും സാധിക്കാൻ കഴിയാത്ത, ഡോക്ടർമാർ തള്ളുന്ന, രാജാക്കന്മാർ തള്ളുന്ന, അധികാരികൾ തള്ളുന്ന ചില വിഷയങ്ങളും ദൈവസഭ ഏറ്റെടുത്ത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ദൈവാത്മാവുള്ള മനുഷ്യർ, പ്രിയപ്പെട്ടവരെ, നിങ്ങളത് ഏറ്റെടുത്ത് ചെയ്യണം. Dear children of God, you are a man of God, woman of God. The world might reject certain cases, the certain illness they cannot heal. You should take over and say, I should be able to solve that problem. ദൈവമക്കളെ, ഈ എലീശയുടെ കാലമെന്ന് പറഞ്ഞാൽ വല്ലാത്ത കാലമാണ്. കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല. ഒരിക്കൽ പായസം ഉണ്ടാക്കി, പായസം കുടിച്ചവർ പറഞ്ഞു, ഞങ്ങൾ പായസം ഒന്നുമല്ല കുടിച്ചത്, ഞങ്ങൾ കുടിച്ചത് മരണമാണെന്ന് പറഞ്ഞു. Once they had some sweet like pudding, and they said, whatever we ate, we had poison at that time. ഫുഡ് പോയ്സൺ ആദ്യമായിട്ടുണ്ടായ കാലം എലീശയുടെ കാലം. That's the first time we read that the time of Elisha, they had food poison. നമുക്കറിയാലോ, താമസിക്കാൻ വീടുണ്ടോ? വീടില്ലാഞ്ഞിട്ടല്ലേ പ്രവാചകനെ കൊണ്ട് ഒരു കൂട്ടം ജനം ആ യോർദാന്റെ ആ തീരത്തേക്ക് പോയിട്ട് മരം വെട്ടി വീടുണ്ടാക്കുന്നത്. They didn't have a good place to stay, therefore they went to the river Jordan and they started cutting woods so they can make some tents. നമുക്കറിയാലോ, ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്നിട്ട് പ്രവാചകനോട് പറയുന്നു, എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോവാണ് എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ തലമുറ പോലും നശിച്ചു പോകുന്ന, അടിമകളായി ലോകം പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലം. Even though the man of God, their children are being caught by this world, they had several problems. And then one woman came crying to the prophet saying, my children will be slaves, I have no money.
എന്നാൽ ഇതിനെക്കാട്ടി കട്ടിയുള്ള ഒരു കാര്യമുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ 13 ക്ഷാമങ്ങളെക്കുറിച്ച് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ 3 മഹാക്ഷാമമുണ്ടായത് ഏലീശയുടെ കാലത്താണ്. When we study the word of God, we can study about 13 famines, but at the time of Elijah, we can see about 3 famines particularly. അന്ന് സഭായോഗമുണ്ടെങ്കിൽ സഭായോഗത്തിന് വരുന്ന ചില സഹോദരിമാർ ചെയ്തതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോടതൊന്ന് പറയാം. I will let you know what they did when they came for the service, Sunday service. ദൈവമക്കളെ, ചില സഹോദരിമാർ വന്നെങ്ങനെയെന്നറിയാമോ? നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി ആ കുഞ്ഞുങ്ങളെ പിടിച്ച് അറുത്ത് മുറിച്ച് പുഴുങ്ങി തിന്നിട്ട് സഭായോഗത്തിന് വന്നവരുമുണ്ട് ആ കൂട്ടത്തിൽ. This is a very worst type of famine they went through. Even though the mother gave the child, she had to literally kill the baby to eat the flesh because she had nothing else to eat. അങ്ങനെയുള്ള സമൂഹത്തിന്റെ മുമ്പിൽ, വിശ്വാസികളുടെ മുമ്പിൽ ഒരു പാസ് എങ്ങനെ ശുശ്രൂഷിക്കും? How can a pastor can minister in this kind of atmosphere? ദൈവമക്കളെ, എന്നാൽ അതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഫീൽ ചെയ്ത ഒരു സംഭവം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. And that's there something more intense thing happened that I felt in my heart. നമുക്കറിയാലോ, ആ കാലത്ത്, എലീശയുടെ കാലത്ത്, ശുശ്രൂഷ കാലത്ത് ഏറ്റവും കൂടുതൽ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് ശൂനേംകാരിത്തിയാണ്. At the time of Elisha, there's a woman come from Shulamite. She loved this man of God. ദൈവമക്കളെ, നമ്മളൊക്കെ ആണെങ്കിൽ പാസ്റ്റർമാരുള്ള സ്നേഹത്തിൽ അവരെ വിളിക്കും, അവർക്ക് നല്ല ഫുഡ് കൊടുക്കും, അവർക്കൊരു കൈമടക്ക് കൊടുക്കും. ഇതൊക്കെ സാധാരണ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. You might do all this kind of thing. You taking care of people when they come to your house. You give them food and you will love them and take care of them. എന്നാൽ ഏലീശയ്ക്ക് വേണ്ടി ഒരു റൂം പണിഞ്ഞ, ഒരു കട്ടില് പണിഞ്ഞ, ഒരു മേശ പണിഞ്ഞ, ഒരു നിലവിളക്ക് ഉണ്ടാക്കിയ ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? Is there anybody who just made a separate room for prayer for the man of God? Have you ever done like this before? ദൈവമക്കളെ, അതിൻ്റെ അർത്ഥം ഏലീശയ്ക്കും തൻ്റെ ആ ബാല്യക്കാർക്കും ഈ ആൻറ്റിയോടും കുടുംബത്തോടും വളരെ സ്നേഹമാണ്. തിരിച്ച് ഈ പാസ്റ്ററോടും കൂട്ടരോടും ആ കുടുംബത്തിനും വളരെ സ്നേഹമാണ്. Oh, this uncle, this aunt, they love this man of God, and also vice versa, this man of God also loved that family. നമുക്കറിയാം, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ ആ വീട്ടിൽ അവർ വിശ്രമിക്കുമ്പോൾ ഈ കൂടെ നിന്ന് ബാല്യക്കാരനോട് ചോദിച്ചു, നമുക്ക് ഇത്ര താല്പര്യത്തോടെ ഇവൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നു, നമ്മൾ എന്താണ് അവൾക്ക് കൊടുക്കേണ്ടത്? അവളോട് ചെന്ന് ചോദിക്കുക, നിന്റെ കാര്യം രാജാവിനോട് പറയണോ സർവ്വ സൈന്യാധിപനോട് പറയണോ എന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. This man of God sent his disciple to this woman and to this family and asked them, well, have we been here? You took care of us. Now we would like to know what should we do for you? Should we go to the kings on behalf of you, or we have to do to the army? What shall we do for you? അവള് പറഞ്ഞ മറുപടി ഇതാണ്, ഒന്നും വേണ്ട, ഞാൻ സ്വജനത്തിൻ്റെ ഇടയിലാണ് പാർക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രീറ്റിൽ താമസിക്കുന്ന എല്ലാം ഞങ്ങളുടെ ബന്ധക്കാരാ. അതുമാത്രമല്ല, ആവശ്യത്തിന് വയലുണ്ട്, ആവശ്യത്തിന് തോട്ടമുണ്ട്, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. She said, you don't need to go to the captain of the army, you don't need to go any place else. I live among my family members. I am very happy. I have enough and more for my living. ഇന്ന് പകൽക്കാലം ഓർക്കണം, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടും ആ വീട്ടിൽ ഒരാവശ്യം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. Even though she said, I have enough of everything, but there was a need in that house. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങളെ ആ സുഖപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും ഒരു സ്വകാര്യ ദുഃഖമായിട്ടാണ് ഈ കസേരയിൽ ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്നത്. Even though you say externally everything is okay, but there is something deep in your heart that you have a problem if you are sitting over here this morning. ഇന്ന് പകൽക്കാലം ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഈ സങ്കടവും തീർത്തു തരുവാൻ എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. I want to let you know, as the man of God, my God is here to take care of that problem. നമുക്കറിയാമല്ലോ, ശൂന്യംകാരത്തി അങ്ങനെ പറഞ്ഞെങ്കിലും എടുത്ത വായിൽ ശൂന്യംകാരത്തി പറയാണ്, ശൂന്യംകാരത്തിയോട് ആ എലീശ പറയുകയാണ്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു. Even though she said she don't need anything, the man of God told her, next year at this time you are going to have a child. ദൈവമക്കളെ, ഈ നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിനും നന്ദി, സ്തോത്രം
എന്നൊന്നുമല്ല ആ സ്ത്രീ പറഞ്ഞത്. She did not say, when I'm going to have a baby, she did not say, thank God for that. ദൈവത്തിന്റെ മഹത്വം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഈ താൻ സ്നേഹിച്ച ബഹുമാനിച്ച താൻ കരുതിയ ദൈവദാസന്റെ മുഖത്ത് നോക്കി പറയാണ്, താങ്കൾ ഇപ്പൊ പറഞ്ഞത് ഭോഷ്കാണ്. Now, this woman looked at the man of God first, said that you are lying to me. ഇങ്ങോട്ട് നോക്കിയ ദൈവമക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും കൊടുക്കുകയും സഹകരിക്കുകയും ചെയ്ത മുഖത്ത് നോക്കി കള്ളനെന്ന് നമ്മൾ വിളിക്കേണ്ട ഒരു ഗതികേട്. When we take care of the man of God, the woman of God, and one day we have to turn around and say that you are not telling the truth. അത് കേട്ടോണ്ട് നിൽക്കേണ്ട ഒരു പാഷയുടെ മനോനില. And look at the attitude after listening to that kind of talk. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പം എന്നോട് അങ്ങനെ പറയുന്നെങ്കിൽ ഞാൻ സ്വോത്രം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരൊറ്റ പോക്ക് പോകും. പക്ഷേ ഇദ്ദേഹം അങ്ങനെ പെട്ടെന്ന് പോയില്ല. Yeah, if I were there, I will just walk away from that. But this man of God did not walk away from that situation. നമുക്കറിയാമല്ലോ, പറഞ്ഞ സമയത്ത് തന്നെ ആ വീട്ടിൽ കുഞ്ഞ് ജനിച്ചു. According to the words of the prophet, next year it took place. ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, കുഞ്ഞു വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പൻ്റെ പുറകെ അവൻ പോകാൻ തുടങ്ങി. The baby was growing up and he was just walking to follow his dad. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ, യദോ മാതാ തഥാ പുത്രി എന്ന്. Have you heard about this kind of saying that children? അതെ, നമ്മൾ യദോ മാതാ തഥാ പുത്രി എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെയാണോ അതുപോലെ മോൾ. യദോ മാതാവ് തഥാ പുത്രി എന്ന് പറയുന്നത് പോലെ ദൈവമക്കളെ ഓർത്ത് നോക്കിയ ഈ അതെ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ പിതാവ് എപ്പോഴും വയലില്ല. We see this father is always in the field. നമുക്കറിയാലോ, കൊച്ചു ജനിക്കുന്നതിന് മുമ്പേ വൃദ്ധനായിരുന്നു. The Bible says that the child was very young. നമുക്ക് ചോദിക്കാം, ഈ ആന്റി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ഈ ദൈവദാസ, നിങ്ങൾ കള്ളമാ പറയുന്നത്, ഭോഷ്കാണ് പറയുന്നത്, എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ ആന്റി മറുപടി പറയും. This auntie will ask, why did you talk to the man of God like this? And she will reply like this. ഒരു 40 വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാനിത് ദൈവാലോചനയായിട്ട് കരുതിയേനേയും. പക്ഷേ പ്രായം പോയി, വർഷം പോയി, ഞാനും വൃദ്ധയായി, എൻ്റെ ഹസ്ബൻഡും വൃദ്ധനായിരിക്കുന്നു. She said, the reason I said that because if it was 40 years ago, I would have believed the counsel of God. Now the age of bearing child is over. I do not believe that. That's the reason I said that. ഈ ചിന്ത ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും ഉണ്ടോ? കർത്താവേ, സമയം കഴിഞ്ഞു പോയി, വർഷം കഴിഞ്ഞു പോയി. Do you have this kind of thought? It's too late. It's gone. Have you ever think like this morning? ഈ മാർത്ത മറിയ അത് തന്നെയാണ് പറഞ്ഞത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അങ്ങ് വന്നത്, യേശുവേ കർത്താവേ, അങ്ങ് വന്നത് 4 ദിവസം ലേറ്റ് ആയിട്ടാ വന്നേ. Mary and Martha said the same thing. Lord, if you would have been here earlier, it would have been better, but you came very late. ഇന്ന് ഉച്ച സമയത്ത് ദൈവമക്കൾ ഓർക്കണം, നമുക്ക് താമസമായെങ്കിലും ദൈവത്തിന് താമസമായില്ല. നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും പിന്നെയും അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വലത്തെ കരം മുകളിലോട്ട് പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ. Say together that God is able to do great things for us. നമുക്കറിയാമല്ലോ, ഈ മോന് വയലിലേക്ക് പോയി, പക്ഷേ ദൈവം അധികം നേരം വരെ അവിടെ നിർത്തിയില്ല. He walked and to the field and he was not able to stay there too long. അവൻ പറയാണ്, എനിക്ക് തലവേദന എടുക്കുന്ന പപ്പ എന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, കാണാൻ മോനെ വേല് കൊണ്ടിട്ടായിരിക്കും, മോൻ ഓടിച്ചല്ല, വീട്ടിൽ ചെല്ല, ഒരാളെ കൂട്ടി വീട്ടിലോട്ട് വിട്ടു. He said, I have a headache, and father said, go to your house, go inside and take rest. അമ്മ പിടിച്ച് പടിയിലെടുത്ത് തലയൊക്കെ തലോടി കൊടുത്തെങ്കിലും മോനോട് പറഞ്ഞു കാണും, മോനെ സാറിയില്ല, ഇച്ചിരി കഴിയുമ്പോൾ മാറുമെന്ന് പറഞ്ഞെങ്കിലും ഉച്ച കഴിയുന്ന ആ സമയം വരെ മാറിയില്ല. അമ്മയുടെ മടിയിലിരുന്ന് ആ കൊച്ചു മരിച്ചു. The mother thought after a few minutes he's going to be healed, he's going to be okay, but after a few minutes the child was dead. ദൈവമക്കളെ, നമുക്കറിയാലോ, കൊച്ചു ചത്തിട്ട് കൊച്ചിനെ കിടത്താൻ പറ്റിയ ഒരു കട്ടിൽ ആ വീട്ടിലുണ്ടായിരുന്നു. അത് പ്രവാചകനും കിടന്ന കട്ടിലായിരുന്നു. After the baby is dead, and they took the baby and put on the bed where the man of God used to sleep. ഈ ചത്ത കൊച്ചിനെ കുളിപ്പിക്കാതെ പോലും കട്ടിലെ കിടത്തിയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്ന വാക്കാണ്, എനിക്കൊരു വണ്ടി വേണം, ഒരു ഡ്രൈവർ വേണം. After she laid this dead body on the man of God's bed, she went to the husband, sent the message, I need a ride, I need to go certain place. അന്നേരം തൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ന് സഭായോഗവും ഇന്ന് ഉപവാസ പ്രാർത്ഥന ഒന്നും അല്ലല്ലോ,
പിന്നെ നീ എന്തിനാണ് കർമ്മേലിൽ ഇന്ന് പോകുന്നതെന്നാ ചോദിച്ചു. So the man of God, the husband, sent the message to the wife and says, today is not the moon or Sabbath day or any kind of festival day, then why are you going to the mount? നമ്മളെ പോലായിരുന്നു. നമ്മളിങ്ങനെ സമയം നോക്കി മാത്രം ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ആ ഹസ്ബൻഡിനോട് ആ സ്ത്രീ പറയുന്നത് ഇങ്ങനെയാണ്, ആ ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന് ആരാധനയൊന്നുമില്ലെങ്കിലും സാരമില്ല, എനിക്ക് അവിടം വരെ പോകണം. Even though today is not the day to worship, I want to go to the prayer mount. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാഹചര്യം നോക്കാതെ സമയം നോക്കാതെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്ന ആരെയും ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം. Dear children, now it doesn't matter what kind of day or hour, our God will not reject any time you come. നമുക്കൊന്ന് ചോദിക്കാം, ആൻറ്റി എന്താ കൊച്ചി എത്തിയിട്ട്? കൊച്ച അങ്കിളിൻ്റെ കൂടെ അല്ലേ? അങ്കിളിൻ്റെ കൂടെ അല്ലേ കൊച്ച്? എന്നിട്ടെന്താ കൊച്ചി എത്തിയിട്ട് പോലും അങ്കിളിനോട് പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ ആൻറ്റി മറുപടി പറയും, എൻ്റെ ഹസ്ബൻഡിനോട് ഈ കാര്യം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. If you ask that woman, why didn't you tell your husband that your child is dead? And she will reply, there is no need, or it's not going to make any difference by telling him that the child is dead. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥിതിയും പലപ്പോഴും ഇത് തന്നെയാണ്. Sometimes we might go പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. എന്തോ ചെയ്യാനാ? കേട്ടിട്ട് മൂളും, അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ സഹോദരി തൻ്റെ കുഞ്ഞ് മരിച്ചുവെന്ന് പബ്ലിക്കിനെ അറിയിച്ചെങ്കിൽ, ഹസ്ബൻഡിനെ അറിയിച്ചെങ്കിൽ, അന്നത്തെ കാലത്തെ രീതി അനുസരിച്ച് അടക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കൂ. In that time, as soon as she let the husband know, others know, immediately they'll take action so that the burial could be done. ഏതായാലും ഒരു കാര്യം സത്യമാണ്. There's one thing is for sure. ആ പ്രവാചകനെ വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. ആ പ്രവാചകൻ ആ വീട്ടിൽ കാണിക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. We know when they brought the prophet to the house, and we know what the prophet is doing. ദൈവമക്കളെ, തണുത്ത് കിടക്കുന്ന ആ കൊച്ചിൻ്റെ ശരീരത്തിൽ താൻ ഓടി വന്ന് കതച്ച് വന്ന ആ ചൂടൊക്കെ കൊച്ചിൻ്റെ ദേഹത്ത് വെച്ചു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ റൂമിൽ കൂടെ നടക്കുക. As soon as the man of God arrived, he felt his body heat on the baby's dead body, and he's just walking back and forth in the room. ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു കൂട്ടുവിശ്വാസിക്ക് ഒരു പ്രശ്നം വന്നു, ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന പലർക്കും മറ്റു വിഷയങ്ങൾ വന്നു. ഇരിപ്പുറക്കാതെ ദൈവത്തെ ബുദ്ധിമുട്ടിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? How many of you have the concern to bring, when you have fellow believers have problems, bring those problems and concern to the presence of God? എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആ പാസ്റ്ററോട് ഞാനൊരു കാര്യം പറയാം. പാസ്റ്ററെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. I believe like this. ഏലിയാവിന് ശേഷം ഏലിശ ശുശ്രൂഷിച്ചു. After Elijah, Elisha was ministering. ഏലിശയ്ക്ക് ശേഷം ആര് ശുശ്രൂഷിച്ചെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ശൂനാങ്കാരിത്തിയുടെ മോൻ ശുശ്രൂഷിച്ചു കാണും. I think after Elisha, the son of Shulamite might have ministered. പുതിയ നിയമത്തിൽ പോൾ പരിചയപ്പെടുത്തുന്ന ഒരു ഫാമിലിയുണ്ട്, അത് തീമോത്തിയോസിന്റെ ഫാമിലിയാണ്. In the New Testament, Paul introduced a family, that's the family of Timotheus. ദൈവമക്കളെ, നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. തീമോത്തിയോസിനോട്, ആ യൗവനക്കാരോട്, ആ മനുഷ്യനോട് പറയുകയാണ്, നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാൻ വരാനെന്ന് വിളിക്കുക. They have been inviting that man to come forward so that you can suffer for the Lord. 33 വർഷക്കാലം ശുശ്രൂഷിച്ചപ്പോൾ താൻ ശ്രദ്ധിച്ച ഒരു ഫാമിലിയാണ് ഈ തീമോത്തിയോസിന്റെ ഫാമിലി. This family was ministering for the Lord for more than 33 years. തീമോത്തിയോസിനോട് പറയാം, നിന്റെ വല്യമ്മച്ചി എനിക്കറിയാം, നിന്റെ Timotheus, അമ്മച്ചി I know your എനിക്കറിയാം, grandmother. നിന്നെയും എനിക്കറിയാം. I know your mother and I know you. നിന്റെ അമ്മച്ചിയുടെ ദൈവ ആശയം നിന്റെ അമ്മയിലേക്ക് വന്നു, അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നത്. Paul says the faith that is in your grandmother is in your mother, and also the same faith I see in you. ദൈവമക്കളെ, എന്നോട് പലപ്പോഴും ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്, ഷുഗറിൻ്റെ ചെറിയ കംപ്ലൈൻറ്റ് എനിക്കുണ്ട്. ഡോക്ടറുടെ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പപ്പായ്ക്കുണ്ടായിരുന്നോ, മമ്മിക്കുണ്ടായിരുന്നോ, വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മളോട് പലരോട് ഇതാ ചോദിക്കുന്നത്. നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ചിലതുണ്ട്, ചിലക്ക് ഷോർട്ട് ടെമ്പറാണ് കിട്ടി, വലിയപ്പോൾ ഭയങ്കര മുൻകോപി, കൊച്ചുമോനും അതുണ്ടെന്നാണ് പറയുന്നത്. Sometimes we have some bad characters that the parents have. Sometimes when we go for the medical examination, the doctor might ask, is your parents or anybody else have this kind of illness? ഒരു വാക്കുകൂടെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരാം. പോകുമ്പോൾ തീമോത്തിയോസിന് കിട്ടിയതുപോലെ നമുക്ക് കൊടുത്തിട്ട് പോകാൻ നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്. We have to depart from this world just like Timotheus have. What have we received to share to this world? ചില പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് പോകാനാണോ നമ്മൾ ഇരിക്കുന്നത്? Do you want to give the title of the property to somebody else? നമ്മളിൽ പകരുന്ന ദൈവകൃപ
അവർക്ക് കൊടുത്തിട്ട് പോകാൻ നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ? Do you have the grace of God that you can share to the next generation? ദൈവമക്കളെ, ഏലിശ ആഗ്രഹിച്ചു ഇരട്ടിപ്പങ്ക്. നമുക്കും ആഗ്രഹിക്കാം ഈ ദിവസങ്ങളിൽ ദൈവകരുടെ അളവ് ഞങ്ങളുടെ മേലൊന്ന് വർദ്ധിപ്പിച്ച് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു 10-13 ആലൊടിയാസോറ്റ പ്രസംഗമാണ് ഞാൻ ഈ 10-15 മിനിറ്റ് കൊണ്ട് പറയുവാൻ ശ്രമിച്ചത്. Even though I had a long sermon, I just cut short very shortly because of the short of time. എനിക്ക് അവസരമൊരുക്കിയ പ്രിയ പാസ്റ്ററോട്, സഭയോട് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. I thank for all this time to the pastor. May God bless you.